കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെ സ്ഥിരാംഗത്വം നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയിലെ പ്രത്യേക ചുമതല നൽകി സംരക്ഷിച്ചിരിക്കുകയാണ് AICC. യഥാർത്ഥത്തിൽ ചെന്നിത്തലയെ കോൺഗ്രസ് സംരക്ഷിക്കുക തന്നെയാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പല ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ആരോപണങ്ങളും സംശയങ്ങളും ഉടലെടുക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ചെന്നിത്തലയെ മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്തതെന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല, ചെന്നിത്തലയുടെ പിണക്കം മാറ്റാനാണ് ഈ നടപടി എന്ന പരിഹാസവും മറ്റു തലത്തിൽ നിന്നും വരുന്നുണ്ട്. പ്രവർത്തക സമിതിയിലെ സ്ഥിരാംഗത്വം നഷ്ടപ്പെട്ട ചെന്നിത്തല അല്പം പരിഭവത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം താൻ നേതൃയോഗവുമായി, അതായത് ദേശീയ നേതൃത്വവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി താൻ നേരിട്ട് പോയി സംസാരിക്കുമെന്നെല്ലാം തന്നെ ചെന്നിത്തല പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ ചെന്നിത്തല കോൺഗ്രസിൽ നിന്നും മാറി നിൽക്കുമോ എന്ന സംശയവും വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നതുമാണ്. എന്നാൽ കാര്യങ്ങളൊന്നും അത്ര കടുപ്പത്തിലേക്ക് നീങ്ങിയില്ല. മാത്രമല്ല, വിഷയത്തെ തീർത്തും ഡിപ്ലോമാറ്റിക്കായി, അതായത് നയതന്ത്രപരമായി തന്നെ ഡീൽ ചെയ്യാനായിട്ട് ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ മഹാരാഷ്ട്രയുടെ ചുമതല നൽകിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയ്ക്ക്. യഥാർത്ഥത്തിൽ എന്തിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തരമൊരു ചുമതല നൽകിയിരിക്കുന്നത്? പ്രവർത്തക സമിതിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ് അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന്. അതിലപ്പുറത്തേക്ക് ഒരു പദവിക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രവർത്തനത്തിനോ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴാണ് വീണ്ടും AICC ഇത്തരമൊരു ചുമതല ചെന്നിത്തലയ്ക്ക് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴുമുള്ള പല പ്രതിസന്ധികളിലും പല സംഘർഷങ്ങളിലുമെല്ലാം തന്നെ വളരെ നയതന്ത്രപരമായി നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അകത്തും പുറത്തും ഉണ്ടാകാനിടയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനായിട്ട് ചെന്നിത്തലയുടെ ഈ നിലപാട് കൊണ്ട് സാധിച്ചിട്ടുമുള്ളതാണ്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെറും അനുഭവ സമ്പത്ത് മാത്രമല്ല, പാർട്ടിക്കകത്തുള്ള അണികളുടെ ബലം കൊണ്ടും അതിന് പുറത്തുള്ള മറ്റ് ബന്ധങ്ങൾ കൊണ്ടും അദ്ദേഹം എന്നും സമ്പന്നൻ തന്നെയാണ്. ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയെ കൂടെ നിർത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. പക്ഷേ കോൺഗ്രസ് പലപ്പോഴും അത് മറക്കുന്നുണ്ട്. VD സതീശനെയും K സുധാകരനെയും മാറ്റി നിർത്താം. പലപ്പോഴായി KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങളും രമേശ് ചെന്നിത്തലയെ ചൊടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അപ്പോഴും KC വേണുഗോപാലിനെ തന്റെ അനുജനെ പോലെയാണ് കാണുന്നത് എന്നുള്ള വാക്കുകളിൽ ആ പ്രശ്നത്തെ ഒതുക്കി തീർക്കുകയാണ്. ഇതുപോലെ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത തീരുമാനങ്ങൾ. അതേസമയത്തും രമേശ് ചെന്നിത്തലയോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതിൽ തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അത്തരമൊരു തീരുമാനം താൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതായത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ എന്ത് നീക്കങ്ങൾ നടന്നാലും അത് നല്ലതോ മോശമോ എന്തുമായിക്കൊള്ളട്ടെ, എത്തരത്തിലുള്ള നീക്കം നടന്നാലും അത് ഒന്നും തന്നെ അദ്ദേഹം അറിയുന്നില്ല. പാർട്ടി എന്തൊക്കെയോ തീരുമാനിക്കുന്നു, എന്തൊക്കെയോ കൽപ്പിക്കുന്നു, അദ്ദേഹം അതെല്ലാം അനുസരിക്കുന്നു എന്ന് മാത്രം. പക്ഷേ പലപ്പോഴും അതിൽ ആക്ഷേപമുണ്ടായിട്ടും പരിഭവമുണ്ടായിട്ടും പിണക്കമുണ്ടായിട്ടും ആ പിണക്കം പാർട്ടിയെ യാതൊരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച നേട്ടമായി കാണേണ്ടത്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് താൻ യാതൊരു കാരണവശാലും കേരളം വിട്ട് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ കിട്ടിയിട്ടുള്ള ചുമതല താൻ ഏറ്റെടുക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ തീരുമാനത്തിന് എതിരെയുമുണ്ട് വിമർശനങ്ങളേറെ. അതിൽ പ്രധാനമായി പറയുന്നത്, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ശിവസേനയുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് മത്സരത്തിനിറങ്ങിയിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണെങ്കിൽ ആ ഉത്തരവാദിത്വം കൂടി ചെന്നിത്തലയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിന് ചെന്നിത്തല സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുമുള്ള രക്ഷപ്പെടൽ കൂടിയാണ് ചെന്നിത്തലയുടെ ഈ ചുമതല ഏറ്റെടുക്കൽ എന്നുകൂടി വിമർശകർ ആരോപിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചെന്നിത്തലയുടെ ഈ നിലപാടിന് പിന്നിൽ അതുതന്നെയായിരിക്കാം കാരണവും. കാരണം കോൺഗ്രസിൽ പലപ്പോഴും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും ഒരു അഭിപ്രായം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ചെന്നിത്തലയ്ക്കുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല എന്നത് കാണിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തെ ജീവിതം എന്ന് പറയുന്നത്. പലപ്പോഴായി ഒന്നാം പിണറായി സർക്കാരിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടും അതൊന്നും തന്നെ വില പോയില്ല എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ ഓരോന്നോരോന്നായി തെളിയിക്കപ്പെടുകയാണ്. അദ്ദേഹത്തെ അന്ന് ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഉള്ളിൽ നിന്നും വിമർശിച്ചവരുണ്ട്. ഇപ്പോൾ അവർക്കെല്ലാമുള്ള മറുപടിയാണ് രമേശ് ചെന്നിത്തല അന്ന് ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും കാണിച്ചു തരുന്നത്. അത്തരത്തിൽ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കാൻ
ചെന്നിത്തലയ്ക്ക് സഹായകമാകുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങളാണ്. കാരണം അത്രയും ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അകത്തും പുറത്തും അദ്ദേഹത്തിനുള്ള ബന്ധവും സൗഹൃദ വലയവും അത്രയും ഗംഭീരം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പോലും ഇത്രയും വിവാദമായിട്ടുള്ള ആരോപണങ്ങളും തെളിവുകളും നിരത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. പക്ഷേ യാതൊരു കാരണവശാലും കോൺഗ്രസിന് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ കഴിവുകേട് തന്നെയാണ്. അതല്ല എങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാളെ വ്യക്തമായി ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് വലിയ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ കാലത്ത് ഇത്രയും ഭരണവിരുദ്ധ വികാരങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് അതെല്ലാം പുഷ്പം പോലെ സാധിക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പോഴും പാർട്ടിക്ക് അകത്തെ കലഹവും ചക്കുളത്തിപ്പോരും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ്. ഇത്തരത്തിലുള്ള ഓരോ സ്ഥലമാറ്റത്തിലും സംതൃപ്തിപ്പെടുകയാണ് കോൺഗ്രസ്. യഥാർത്ഥത്തിൽ പ്രവർത്തക സമിതിയിലേക്ക് ശശി തരൂരിനെയും കനയ്യകുമാറിനെയും എല്ലാം പരിഗണിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയോളം പാരമ്പര്യമുള്ള ഒരു നേതാവിനെ മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ് ചെയ്തത്. അത് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തോതിലുള്ള വിഷമം നൽകിയിട്ടുണ്ട്. പക്ഷേ പാർട്ടിയെ ഓർത്തുകൊണ്ട് മാത്രം അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്ക് അതിൽ യാതൊരു എതിർപ്പുമില്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ താൻ അത് പ്രകടിപ്പിക്കാനും തയ്യാറല്ല, കാരണം തനിക്ക് വലുത് തന്റെ പ്രസ്ഥാനമാണ് എന്നാണ്. അത്തരത്തിൽ പ്രസ്ഥാനത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ചുമതല നൽകിക്കൊണ്ട് കോൺഗ്രസ് അകറ്റി നിർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ താല്പര്യമില്ലായിരുന്നിട്ട് കൂടി രമേശ് ചെന്നിത്തല അത്തരമൊരു ചുമതല ഏറ്റെടുക്കുമ്പോൾ കേരളത്തിന്റെ പ്രവൃത്തി വലയത്തിൽ നിന്ന് നഷ്ടപ്പെടാനിരിക്കുന്നത് ഇത്രയും ആത്മാർത്ഥതയും സത്യസന്ധനുമായ ഒരു നേതാവിനെയാണ്.